വേടന്റെ പാട്ടുകളും അതിലെ വരികളും വേടന്റെ സംഗീതവുമാണല്ലോ ഇപ്പോൾ വിവാദം. അദ്ദേഹത്തിന്റെ പാട്ടിലെ വരികൾ പലരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതിനുള്ള തെളിവാണ് പലരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് വേടൻ ജാതി ഭീകരവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ്. ഇന്നിപ്പോൾ ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം വിവാദമായി വന്നിരിക്കുകയാണ്. അവർ വളരെ അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകളാണ് വേടനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ അവർ വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പച്ചത്തെറി വിളിച്ചതായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഒരിക്കലും പൊതുപ്രവർത്തകർ ഉപയോഗിക്കാൻ, പൊതുവേദികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എത്രമാത്രം അവരെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. വേടനെ പോലെ ചെറുപ്പക്കാരനായ ഒരാളുടെ പാട്ടിനെ വിമർശിക്കുന്ന ശശികല ടീച്ചർ അവരുടെ പ്രായവും അവരുടെ അധ്യാപികയാണെന്നുള്ള പരിഗണനയും വെച്ച് നോക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വേടൻ ഉയർത്തിവിടുന്ന ആശയങ്ങളുടെ എത്ര വലിയ ശത്രുതയാണ് ഇവർക്കുള്ളത് എന്നുള്ളതിന്റെ തെളിവാണ് ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ വളരെ രസകരമായ ഒരു കാര്യം, ശശികല ടീച്ചർ ചോദിക്കുകയാണ്, റാപ്പ് ഗാനങ്ങൾ ആലപിക്കാൻ വേടൻ എന്താണ് അവകാശമെന്ന്. വേടൻ പട്ടികജാതിക്കാരുടെ തനതും പരമ്പരാഗതവുമായിട്ടുള്ള സംഗീതമല്ലേ ആലപിക്കേണ്ടത്? അതിനു പകരം റാപ്പ് ഗാനം ആലപിക്കാൻ അയാൾക്ക് എന്ത് അവകാശമാണെന്നാണ് ശശികല ടീച്ചർ ചോദിക്കുന്നത്. എന്ത് കഷ്ടമാണിത്! സംഗീതത്തിന്റെ ഏതെങ്കിലും മേഖലകൾ ഏതെങ്കിലും ജാതി വിഭാഗത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടോ? അങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട്, അത് മാത്രമേ നിങ്ങൾ ആലപിക്കാവൂ, അത് മാത്രമേ നിങ്ങൾ പാടാവൂ എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. ഈ പറഞ്ഞു വരുന്നതിനെ നമ്മളൊന്ന് നിർത്തി ആലോചിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്, അതേ നിങ്ങൾ ചെയ്യാവൂ. നിങ്ങൾ പാടേണ്ടത് പട്ടികജാതിക്കാർ പാടേണ്ട നാടൻ പാട്ടുകൾ, തനത് സംഗീതം, ഇതൊക്കെ നിങ്ങൾ ചെയ്യാവൂ, മറ്റൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ശാഠ്യമാണിത്. ഈ ശാഠ്യത്തിന്റെ ഉറവിടം എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, പണ്ട് പട്ടികജാതി വിഭാഗത്തോട്, കർഷക തൊഴിലാളികളോട് അന്നത്തെ ജന്മിമാർ പട്ടികജാതി കുടുംബങ്ങളിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അവർ മാറുമറയ്ക്കാൻ ആരംഭിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് മാറുമറയ്ക്കാൻ എന്ന് ചോദിച്ചതുപോലെയാണ് തനത് സംഗീതമല്ലാതെ റാപ്പ് പാടാൻ വേടന് എന്ത് അവകാശമെന്ന് ചോദിച്ചത്. അന്ന് അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ കുഴിയിലെ കഞ്ഞി കുടിക്കാവൂ എന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. സംസ്കൃതം ദേവഭാഷയാണ്, അത് സംസാരിക്കരുത്, പഠിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. വഴി നടക്കാൻ അനുവദിച്ചിരുന്നില്ല, വഴി നടക്കരുതെന്ന് പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ചാതുർവർണ്ണയ കാലത്ത് നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും നിഷ്കർഷിക്കുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സംഗീതം പാടിയാൽ മതി, റാപ്പ് ഗാനം പാടാൻ പാടില്ല, ഗസൽ പാടാൻ പാടില്ല, ക്ലാസിക്കൽ സംഗീതം പാടാൻ പാടില്ല എന്ന്. കാലം മാറിയതും കർഷക തൊഴിലാളികളും പട്ടികജാതി വിഭാഗവും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നത് ഇവർക്ക് ഒട്ടും ദഹിക്കുന്നില്ല. എന്താണ് ഇവരുടെ തിട്ടൂരം? പട്ടികജാതിക്കാർക്ക് ചിലത് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട എന്നുള്ള ശാഠ്യമാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്, ആ തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ തെളിവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെത്തുകാരന്റെ മകൻ കോരൻ എന്ന് ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവർ ചെത്തുകാരന്റെ മകനായിട്ടുള്ള പിണറായി വിജയൻ എന്നും ചെത്തുകാരനായി തുടരണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനപ്പുറത്തേക്ക് വരുന്നത് അവർക്ക് സഹിക്കുന്നില്ല. നാലുപാടും വേടനെതിരെയുള്ള അതിക്രമം ചാതുർവർണ്ണയത്തിന്റെ പുതുതലമുറക്കാർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോഴാ വേടനെതിരെ NIA യിൽ കേസ് കൊടുത്തിരിക്കുകയാണ്, പ്രധാനമന്ത്രിക്കെതിരെ പാടിയെന്ന്. പ്രധാനമന്ത്രിക്കെതിരെ പാടാൻ പാടില്ലേ? ഒരു കലാകാരൻ ആ കലാകാരന്റെ മേഖല ഏതാണോ ആ മേഖലയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെയും എല്ലാ കാര്യങ്ങളെയും വിമർശിക്കാൻ കഴിയും. അത്തരത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ പറയുന്നത് മറ്റൊരു കാര്യം, പ്രധാനമന്ത്രിയെ വിമർശിച്ചു, എന്തുകൊണ്ടാണ് ഭക്ഷണം മോഷ്ടിച്ചതിന് കൊല്ലപ്പെട്ട മധുവിനെ കുറിച്ച് പാടാത്തത് എന്നാണ്. ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. വേടനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾക്കെതിരെ വായിൽ വരുന്നതെല്ലാം പറയുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. വേടന്റെ പാട്ടിൽ കൃത്യമായി പറയുന്നു, കാടുകട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിച്ചു എന്ന് പറയുന്ന ആരെ കുറിച്ചാണ്? വിശപ്പടക്കാൻ ഭക്ഷണം എടുത്ത മധുവിനെ കൊന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതൊന്നും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. വേടനെ കുറിച്ചുള്ള വിരോധം, അയാൾ ഉയർത്തിവിടുന്ന ആശയങ്ങളെ കുറിച്ചുള്ള വിരോധം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കുറ്റം പറയുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ പറയുകയും കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി അസഭ്യവർഷവുമായി മുന്നോട്ട് വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഴയ കാലമല്ല, 2025 പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാണ് വേടന്റെ ചാട്ടുളി പോലെയുള്ള മൂർച്ചയുള്ള വാക്കുകൾ. ഒരു 10-30 വർഷത്തിനുള്ളിൽ അടുത്ത കാലത്തെങ്ങും ഇതുപോലെ മനുഷ്യനെ സ്വാധീനിച്ച, ചെറുപ്പക്കാരെ സ്വാധീനിച്ച ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉയർന്നു വന്നിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന അനീതിക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ ചാട്ടുളി പോലെ തന്റെ വാക്കുകൾ പാട്ടുകളായി ഉപയോഗിക്കുന്ന വേടനെ തകർക്കുവാനായിട്ടുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് കേരളവും ഇന്ത്യയും തള്ളിക്കളയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്.